ആദ്യമായി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബെൽജി, ഇതെൻ്റെ ഭാര്യ ഷീജ, മക്കൾ ആൽവിൻ, എബൻ, എയ്തൻ. ഞങ്ങൾ കോതമംഗലം രൂപത സെൻറ്റ് ജോസഫ് ചർച്ച് നെല്ലിമറ്റ ഇടവയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്, എനിക്ക് വിദേശത്തേക്ക് പോകാൻ ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. എനിക്ക് 6 മാസം ഞാൻ ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 2024 ഡിസംബർ 9 ജർമ്മനിക്ക് പോകാൻ സാധിച്ചു. അവിടെ ചെന്ന് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, അവിടുത്തെ കാർഡെല്ലാം ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം വരികയും പെട്ടെന്ന് അതിശക്തമായി വേദന വരികയും ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അവിടെ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ വേറെ ആരും എനിക്ക് പരിചയമില്ല, അവിടുത്തെ ലാംഗ്വേജ് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഭയം വന്നു. ഞാൻ ശക്തിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2ാമത്തെ ദിവസം രാത്രി യൂറിൻ പാസ് ചെയ്തപ്പോൾ ആ കിഡ്നി സ്റ്റോൺ പുറത്തേക്ക് പോവുകയും 3ാമത്തെ ദിവസം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയമായപ്പോൾ എനിക്ക് വലിയൊരു എമൗണ്ട് അവിടുത്തെ പേ ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. എന്നോട് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. എനിക്ക് ട്രാവൽ ഇൻഷുറൻസ് മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അവരത് വെച്ച് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ട്രാവൽ ഇൻഷുറൻസ് കമ്പനിക്ക് അത് ബില്ലെല്ലാം അയച്ചു കൊടുത്തു. എന്നെ അവർ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ കമ്പനിയിലേക്ക് തിരിച്ചു പോയി. കമ്പനിയോട് പൈസ പേ ചെയ്യാൻ പറഞ്ഞു. അവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു, കാരണം എനിക്ക് അവിടുത്തെ കാർഡായിട്ടില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. എനിക്ക് ഏതാണ്ട് നാട്ടിൽ 5 ലക്ഷം രൂപയോളം അടയ്ക്കേണ്ടതായിട്ട് അവരെനിക്കിങ്ങനെ നിരന്തരം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ബില്ല് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ട്രാവൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു. 4 മാസം അവരായിട്ടിങ്ങനെ മെയിൽ അയക്കുകയും നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളെല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെ അവരായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ട് 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ബില്ലെല്ലാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ ശക്തിയായിട്ട് ഇടപെട്ട് ആ ബില്ലെല്ലാം എനിക്ക് ഒരു പൈസ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാതെ തന്നെ എനിക്ക് ബില്ലെല്ലാം ആ പൈസയെല്ലാം അവർ പേ ചെയ്തു, ഇൻഷുറൻസ് കമ്പനി. അതിനുശേഷം ജോലിയെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. സമയചുരുക്കത്തിൻ്റെ അമ്മ ഈ 2025 ഈ ഡിസംബർ 20-ാം തീയതിക്ക് മുമ്പ് എനിക്ക് വിസ ശരിയാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി സമയചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് എനിക്ക് ഡിസംബർ 19-ാം തീയതി ഞങ്ങൾക്ക് വിസ, എൻ്റെ എല്ലാ ഫാമിലി എല്ലാവരെയും കൊണ്ടുപോകാനുള്ള വിസ എനിക്ക് വരികയും ഈ വരുന്ന തിങ്കളാഴ്ച 29-ാം തീയതി ഞങ്ങൾ ജർമ്മനിക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണിത്. ഞങ്ങൾ ഇപ്പോൾ ഈ വരുന്ന 29-ാം തീയതി ഞങ്ങൾ ഫാമിലിയായിട്ട് ജർമ്മനിക്ക് പോവുകയാണ്. അതിനു മുൻപായിട്ട് എനിക്ക് ജർമ്മൻ എക്സാം എഴുതണമായിരുന്നു. അപ്പം ഞാൻ ജർമ്മൻ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഹോൾ ടിക്കറ്റ് എല്ലാമായി അച്ഛനെ കാണാനായിട്ട് ഞാൻ ഇവിടെ വരാനിരിക്കുമ്പോഴാണ് അറിയുന്നത് അച്ഛൻ ഇവിടെ ഇല്ല, UK പോയേക്കുവെന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഞാനും എൻ്റെ മൂത്ത മോനും കൂടിയാണ്. എനിക്ക് ട്രിവാൻഡ്രത്തായിരുന്നു സെൻറ്റർ കിട്ടിയത്. ഞാനവിടെ എക്സാം എഴുതാൻ പോകാനായിട്ട് തുടങ്ങിയപ്പം എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടത്തോടെ ഞാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. ഞാൻ മോനോട് പറഞ്ഞു ഇവിടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് ഞാൻ മുട്ടുകുത്തി. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം എനിക്കതൊരിക്കലും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. കാരണം മറ്റൊരു ഭാഷ എനിക്ക് ഇത്രയും പ്രായമായിട്ടുണ്ട്, ഞാനതെങ്ങനെ പഠിച്ച് എടുക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി, അമ്മ ഇടപെടണമേ, ഒരു കഴിവുമില്ല, എൻ്റെ കഴിവിലൊരിക്കലും ഞാനിത് പാസ്സാകത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പോയി. എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. തൈലം തൊട്ട് പൂശി ഞാൻ പാസ്പോർട്ടിലെല്ലാം ഞാൻ കുരിശ് വരച്ചു. ഉപ്പ് ഞാൻ കയ്യിൽ കരുതിയെങ്കിലും കയ്യിലിങ്ങനെ മെൽറ്റായി പോകും നമ്മൾ വിയർക്കുമ്പോൾ. എങ്കിലും ഞാനത് ഇങ്ങനെ കയ്യിൽ കരുതി ഇടയ്ക്ക് ഞാനത് നാവിൽ തേച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എല്ലാം എഴുതിയിട്ട് പോന്നു കഴിഞ്ഞ്
പിന്നെ നമുക്ക് ഒരു മാസം കഴിഞ്ഞ റിസൾട്ട് വരത്തുള്ളൂ. ഒരു മാസം ഞാൻ മുട്ടയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഒരിക്കലും ആ എക്സാം പാസ്സാവുമെന്ന് എനിക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. എനിക്കൊരു 60 മാർക്ക് മാത്രം മതി ജയിക്കാനായിട്ട്. എനിക്കൊരു 60 മാർക്ക് തന്ന് എന്നെ സഹായിക്കണേ എന്ന് ഞാൻ പറഞ്ഞ് എന്നും എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബത്തോടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മക്കളോടും പറയും അമ്മ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 63 മാർക്ക് തന്ന് എന്നെ അമ്മ സഹായിച്ചു. അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ മറ്റൊരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ കിണറ്റിലെ വെള്ളം കഴിഞ്ഞ ഒരു ഡിസംബർ മാസം ലാസ്റ്റ് ആയപ്പോൾ മുതൽ പച്ച കളറെന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വെള്ളം അത്ര മോശമായിരുന്നു. ഞാൻ എല്ലാ മാസവും കിണർ തേകുമായിരുന്നു. കിണർ തേകി ഒരു 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും വെള്ളം പച്ച കളറിലാവും. ആ വെള്ളം പിന്നെ കുടിക്കാൻ കൊള്ളത്തില്ല. ലാസ്റ്റ് ഞാൻ അവസാനം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച വസ്തുക്കൾ ഉപ്പും തൈലവും എല്ലാം ഞാൻ കിണറ്റിൽ തേനും എല്ലാം കൊണ്ടുപോയി ഒഴിച്ച് ഞാൻ എല്ലാം പ്രാർത്ഥിച്ചു. എൻ്റെ കുടിവെള്ളം മുട്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് പാപമാണ് അമ്മേ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് എൻ്റെ വെള്ളം ശരിയായി കിട്ടിയില്ല. അവസാനം ഞാൻ കുപ്പിയിൽ വെള്ളം എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു. അച്ഛൻ എനിക്ക് വെഞ്ചരിച്ചൊരു ലോക്കറ്റ് തന്നു. അച്ഛൻ പറഞ്ഞു, ഇത് കൊണ്ടുപോയി കിണർ ശുദ്ധീകരിച്ച് കിണറ്റിലിടുക. അതുകൂടാണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പും തൈലവും പൂശുക, തളിക്കുക, വെള്ളം ശരിയാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 3-4 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ വെള്ളം പഴയ അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് സാക്ഷ്യം എഴുതി കൊടുക്കണമായിരുന്നു. ഞാൻ സാക്ഷ്യം എഴുതിയതെല്ലാം ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞ ഈ രോഗശാന്തിയും ഞങ്ങളുടെ ഈ സാമ്പത്തികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ എഴുതി. അപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു, ഭർത്താവില്ലാതെ ഈ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല, തനിക്കായിട്ട് എന്തെങ്കിലും സാക്ഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജർമ്മൻ പാസ്സായത് മാത്രമേ ഉള്ളൂ, കൂടാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ട് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകാൻ നേരം അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും വന്ന് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഈ വെള്ളം മാത്രം, എനിക്ക് കുടിവെള്ളമാണ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം, അതുമാത്രം എനിക്ക് നന്നാക്കി തരാത്തത് എൻ്റെ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ അത്രയും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. 7-ാം ദിവസം അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം മൂത്ത മോനെ എന്നോട് പറയാം, അമ്മേ നമുക്ക് ഒന്നോടെ കിണർ തേകി നോക്കാം. ഞാൻ പറഞ്ഞു, ഇല്ല, ഇനി ഞാൻ ആ കിണർ തേകില്ല. കാരണം അച്ഛൻ വെഞ്ചരിച്ച വസ്തുക്കൾ ഇട്ടിട്ട് അത് വൃത്തിയാക്കി ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞ പോലെയല്ല ഞാൻ ചെയ്തതാണ്. ഇനി ഞാനത് തേകുന്നില്ല, അത് അമ്മ തന്നെ ശുദ്ധീകരിച്ച് തരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് തേകാൻ പോയില്ല. 7-ാം ദിവസം ഞാൻ വെറുതെ എന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കുമായിരുന്നു കിണറ്റിൽ ചെന്ന് നോക്കാൻ. ഞാൻ ചെന്ന് കിണറ്റിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ കുമ്മായം ഇങ്ങനെ ഊറി അടിഞ്ഞു പോകുന്ന പോലെ കിണറ്റിലിങ്ങനെ ഊറി അടിഞ്ഞിട്ട് വെള്ളം നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞു കിടക്കണു. ഇപ്പോൾ ഞങ്ങളുടെ വെള്ളം ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ശുദ്ധി ചെയ്തിരിക്കുന്നു. അടുത്തത് പറയാനുള്ളത്, ഞാൻ പുതുക്കാൻ വന്ന സമയത്ത് എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ഒന്നിച്ച് പോകാൻ വേണ്ടി, കാരണം ഭർത്താവ് ഡിസംബറിൽ ലീവിൽ നാട്ടിൽ വരുന്നുണ്ടായിരുന്നു. ആ കൂടെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭർത്താവ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് അതെല്ലാം സാധിച്ചു തന്ന് ഞങ്ങൾക്ക് ഈ മാസം 19-ാം തീയതി ഞങ്ങൾക്ക് എല്ലാവർക്കും വിസ വന്നു. മൂത്തയാൾ മാത്രം പോകുന്നില്ല, അവൻ തന്നെ ജർമ്മൻ പഠിച്ച് പാസ്സായി വരണം. ഞങ്ങൾ 2 മക്കളും ഏട്ടൻ്റെ കൂടെ പോവുകയാണ്. ഈ 29-ാം തീയതി പോകും. അത് അമ്മ ഞങ്ങളുടെ കൃപ കൊണ്ടൊന്നുമല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഇത് സാധിച്ചു കിട്ടിയതെന്ന് ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ഉയർന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ അടിക്കടിയായിട്ട് ഞങ്ങൾ മേലേക്ക് ഉയർത്തി. ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ മാതാവ് കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളൂ. സങ്കടങ്ങളും സഹനങ്ങളും കൂടെ തരുമെങ്കിലും അതിൻ്റെ കൂടെ ഒരു സന്തോഷം എപ്പോഴും ഞങ്ങൾക്ക് തരാറുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എല്ലായിടത്തും ഞാനും മോനും ഉള്ളപ്പോൾ ഞങ്ങളെല്ലാം പത്രം കൊണ്ടുപോയി വിതരണം ചെയ്യും. അന്നേരം പാവങ്ങളായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ അടുത്തൊരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഇതുണ്ട്,
അവിടെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്ത്, ഞങ്ങൾ 3-4 പേര് കൂടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വിളമ്പി കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാം ആത്മീയമായിട്ട് ഞങ്ങളെല്ലാ ദിവസവും മാക്സിമം ഭർത്താവ് വെളിയിലാണെങ്കിലും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് സന്ധ്യാപ്രാർത്ഥന ചൊല്ലാറുള്ളത്. മക്കളെ ആണെങ്കിലും ഞങ്ങൾ നല്ല രീതിയിൽ ഈശോയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. സങ്കീർത്തനം 91:1-2 വചനമാണിത്. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥിരമായി വസിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഉടമ്പടി മക്കൾ. വെറും വിശ്വാസം മാത്രമല്ല, മറിച്ച് ദൈവത്തോടുള്ള ഒരടുത്ത ബന്ധമാണ് ഉടമ്പടിയിൽ ലഭിക്കുന്നത്. സർവശക്തൻ്റെ തണലിൽ കർത്താവിൻ്റെ അമ്മയുടെയും ആ തണലിലുള്ള ജീവിതമാണ് ഉടമ്പടി മക്കൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയവും സംരക്ഷണവും. ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ ദൈവം കാത്തു പരിപാലിച്ച ഒരു വലിയ ഉടമ്പടി സാക്ഷ്യമാണ് ബെൽജിൽ കെ എം എന്ന മകനും കുടുംബവും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ നിന്ന് അവരെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ജോലി നഷ്ടപ്പെട്ട സമയത്താണ് ഇവർ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം രോഗത്തിൽ കൂടുതൽ ബിൽ പേയ്മെൻ്റ് ആയിരുന്നു അവർക്ക് കൂടുതൽ വലിയ പ്രശ്നമായിട്ട് നിന്നിരുന്നത്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിട്ടാണ് ട്രാവൽ ഇൻഷുറൻസ് ഏജൻസിയിൽ നിന്നുള്ള എമൗണ്ട് കിട്ടി അവർക്കെല്ലാ കടങ്ങളും വീട്ടുവാൻ സാധിച്ചത്. ആ ബിൽ മുഴുവനായിട്ട് അത് അത്ര എളുപ്പമായിരുന്നില്ല. ഒരു വ്യക്തി ആദ്യമായി ചെല്ലുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് പേ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെയാണ് ഈ കുടുംബം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. 20-ന് മുൻപ് വിസ കിട്ടണമെന്നും ഫാമിലിയുമായിട്ട് പുറത്തേക്ക് ഒന്നിച്ചു പോകണമെന്നുമായിരുന്നു ഈ മക്കളുടെ ആഗ്രഹം. അതുപോലെ തന്നെ 20-ന് മുൻപ് 19-ാം തീയതി തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയും കേൾക്കാതിരുന്നില്ല. പിന്നീടാണ് ഈ സഹോദരിയുടെ ജർമ്മൻ പരീക്ഷ. അമ്മയുടെ സന്നിധിയിൽ വന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ മകൾ തിരുവനന്തപുരത്തേക്ക് എക്സാമിന് വേണ്ടി പോയത്. എനിക്കുള്ള മെറിറ്റില്ല, എനിക്കതിനുള്ള കഴിവില്ല ഈ പ്രായത്തിൽ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ. പക്ഷേ അമ്മയുടെ അനുഗ്രഹത്തിലും ഈശോയുടെ ബ്ലെസ്സിങ്ങിലും ആശ്രയിച്ചാണ് ഇവർ ആ എക്സാം എഴുതുവാനായിട്ട് പോയത്. അവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാണ് ആ എക്സാം പാസ് ചെയ്യാനായിട്ട് ഇവരെ സഹായിച്ചത്. പിന്നെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴിയാണ് ഇവരുടെ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കപ്പെട്ടത്. മാതാവിലുള്ള ഇവരുടെ ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസം ഒന്ന് ബലപ്പെടുത്തുവാനായിട്ടായിരിക്കാം അല്പം താമസിച്ചത്. പക്ഷെങ്കിലും ആ താമസത്തിലും ഇവർ കൈവിടാതെ യേശുവിനെ അമ്മയുടെ മുറുകെ പിടിച്ചുകൊണ്ട് കൈവിടാതെ പ്രാർത്ഥിക്കുകയാണ്. മകൻ പറഞ്ഞു, അമ്മയെ നമുക്ക് ഒരിക്കൽ കൂടി കിണർ തേകാമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, അച്ഛൻ വെഞ്ചരിച്ചിട്ട സാധനങ്ങളാണ്, വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും അതിനകത്തുണ്ട്, നമ്മളിനി അത് കിണർ തേകുവാൻ പോകണ്ട, അത് ഈശോയും അമ്മയും നടത്തി തരും. ഇതാണ് ഉടമ്പടി മക്കൾക്കുള്ള വിശ്വാസം. ഉടമ്പടി ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ പ്രാർത്ഥനകൾ കേട്ടില്ല എന്ന് വരെയെങ്കിലും നമുക്കുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ജീവിതത്തിലെ കഷ്ടതകളിൽ ദൈവം കാത്തുപരിപാലിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ ജീവിതത്തിലെ ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് ഉടമ്പടി ജീവിതം സത്യസന്ധമായി ജീവിക്കാം. ഈശോയുടെ അമ്മയുടെ കരം പിടിച്ച് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ
ഈ സഞ്ചാരി മാതാവിൻ്റെ അമ്മയും ഈശോയുടെയും കൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ബെൽജിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.